പിന്നെ ഇന്നെന്താ പറയാനുള്ളത്? ഇന്നലെ വൈകുന്നേരം ഒരു കോൾ വന്ന് എന്താ പറയുക, സ്വിച്ച് ബോർഡും വന്ന് കറണ്ട് പിടിക്കേണ്ടി പറഞ്ഞുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ റംസാനൊക്കെ അടുത്തുകൊണ്ട് എല്ലാ വീടുകളും നല്ല കഴുകി വൃത്തിയാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ വീട്ടിൽ എന്ത് ചെയ്തിരിക്കണേ, കിച്ചണിൻ്റെ ഭാഗം, അപ്പോൾ എല്ലാ വീട്ടിലും കിച്ചണിന് ടൈലിട്ടിട്ടല്ലേ, അപ്പോൾ ഈ ടൈലിട്ട ഭാഗം എന്ത് ചെയ്തിരിക്കണേ, ശരിക്കും നല്ല കഴുകി വൃത്തിയാക്കിക്കണം. അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം ഇറങ്ങി. അപ്പോൾ പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഷോർട്ടായിട്ട് ചെറുതായിട്ട് എർത്തടിക്കൽ തുടങ്ങി. അങ്ങനെ ബോർഡ് അയച്ചു നോക്കിയപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിക്കണ്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു 2 മാസത്തിൽ ഒരു കുറച്ച് തോനെ കേസുകൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കുന്ന ആൾക്കാർ സ്വിച്ച് ബോർഡ് എന്തായാലും ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്യാതെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. അങ്ങനെ വീട് വൃത്തിയാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, സ്വിച്ച് ബോർഡ് ശരിക്ക് കവർ ചെയ്യണം. പരമാവധി കവർ ചെയ്തിട്ട് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി നനഞ്ഞ തുണി കൊണ്ട് ചെയ്യാതെ വെക്കുക. വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കഴുകണീനൊന്നും ചുമര് കഴുകണീനൊന്നും പ്രശ്നമില്ല, സ്വിച്ച് ബോർഡ് ഒരിക്കലും നനയരുത്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു 2 മാസത്തിൽ എന്തായാലും അങ്ങനത്തെ കേസുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെരക്കാർ, വീട്ടിലുള്ള സ്ത്രീകൾ.